ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഉച്ചകോടിയുടെ രണ്ടാം ദിവസമായ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ചിരിച്ച് സംസാരിച്ച് മുന്നോട്ട് നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒഴിഞ്ഞ കോണിൽ ഇരുവരെയും നോക്കി നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പുടിനും തമ്മിൽ സൗഹാർദ്ദപൂർവ്വം സംസാരിച്ചു നിൽക്കുന്നതിന്റെ വീഡിയോയും ഇതിനകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മൂവരും സംസാരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സമ്മേളനത്തിന് മുമ്പ് മോദിയും പുടിനും ഹസ്തദാനം ചെയ്യുന്നതിൻ്റെയും ആശ്ലേഷിക്കുന്നതിൻ്റെയും ചിത്രങ്ങളും പുറത്തെത്തിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിക്ക് പിന്നാലെ ഇതാദ്യമായാണ് മോദിയും പുടിനും നേരിൽ കാണുന്നത്. അതിനാൽ തന്നെ ഇരു നേതാക്കന്മാർ തമ്മിൽ സൗഹൃദം പങ്കുവയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ടിയാൻജിലെ SCO ഉച്ചകോടിക്ക് പിന്നാലെ ഉഭയകക്ഷി ചർച്ചകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സഞ്ചരിച്ചത് ഒരേ കാറിലായിരുന്നു. പുടിനും ഒരുമിച്ചുള്ള കാർ യാത്രയുടെ ദൃശ്യം മോദി തന്നെ സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഉച്ചകോടി വേദിയിലെ ചടങ്ങുകൾക്ക് ശേഷം ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്ന വേദിയിലേക്ക് പ്രസിഡന്റ് പുടിനും ഞാനും ഒരുമിച്ച് യാത്ര ചെയ്തു. അദ്ദേഹവുമായുള്ള സംഭാഷണം പതിവ് പോലെ ഉൾക്കാമ്പുള്ളതായിരുന്നു എന്നായിരുന്നു മോദിയുടെ കുറിപ്പ്.